ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഫിലിം സ്റ്റഡീസിലെ മൊഡ്യൂൾ 4-ലെ ടോപ്പിക്സാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഇറ്റ്. ഫസ്റ്റ് വൺ, അഡാപ്റ്റേഷൻ, ഇറ്റ്സ് ടൈപ്പ്, ഇന്റർസെമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ, ഫിഡലിറ്റി ക്രിറ്റിസിസം ആൻഡ് ഇന്റർസെക്ഷുവാലിറ്റി. First one, adaptation is a process of transforming a work from one medium to another. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ഒരു വർക്കിനെ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതൊരു ബുക്കാകാം, പ്ലേ ആകാം, കോമിക്സ് ആകാം, റിയൽ ലൈഫ് ഈവൻറ്റ്സ് ഒക്കെ ഒരു ഫിലിമായിട്ട്, ഒരു മൂവിയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സക്സസ്ഫുൾ അഡാപ്റ്റേഷൻ എക്സാമ്പിൾസ് ആയിട്ട് ഹാരി പോട്ടർ സീരീസ്, ദ ഗോഡ് ഫാദർ, ജുറാസിക് പാർക്ക്, ലൈഫ് ഓഫ് പൈ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അക്കോർഡിംഗ് ടു ജെഫ്രി റാഗർ, 3 types of adaptations are there: transposition, commentary, analogy. First one, transposition. A direct adaptation that closely follows the original work with minimal changes. It means വളരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള റീപ്രൊഡക്ഷനെ എന്താണോ ആ ബുക്കിലുള്ളത് അത് അതേപോലെ ഫിലിമാക്കി മാറ്റുന്നത്. സംടൈംസ് സ്ലൈറ്റ് ചേഞ്ചസ് ഈസ് ഒക്കേർഡ്. അതാണ് ട്രാൻസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിളാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. നെക്സ്റ്റ് വൺ, കമൻട്രി. A reinterpretation of the source material that alter key theme, characters or perspective. Means original ടെക്സ്റ്റിനെ നല്ല രീതിയിൽ ചേഞ്ച് വരുത്തി ഒരു പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കമൻ്ററി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ദി ഷൈനിങ്. തേർഡ് വൺ, അനലോജി. അനലോജി എന്ന് പറഞ്ഞാൽ ലൂസ് അഡാപ്റ്റേഷൻ. പറഞ്ഞാൽ സ്റ്റോറി മൊത്തത്തിൽ മാറ്റുന്നു, എന്നിട്ടൊരു പുതിയ സെറ്റിങ്സ് ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ അനലോജി എന്ന് പറയുന്നത്. അതിനെ ഒരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തീംസ് കൊടുക്കുക, ഡിഫറെൻറ്റ് സെറ്റിങ്സിലോട്ട് കൊണ്ടുവരിക, അതാണ് അനലോജി. അതിൻ്റെ എക്സാമ്പിളാണ് ദ ലയൺ കിങ് ആൻഡ് ഹാംലെറ്റ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇന്റർസെമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ. ഇന്റർസെമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ലേറ്റിംഗ് എലമെൻറ്റ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മീഡിയം. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റർസെമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. വെർബൽ ടു വിഷ്വൽ പോലെ. ഈ ഒരു ടേം കോയിൻ ചെയ്തത് റോമൻ ജേക്കബ്സൺ ആണ്. ഇതിൻ്റെ ടൈപ്സ് ആയിട്ട് നമുക്ക് ലിറ്ററി ടു ഫിലിം, ടെക്സ്റ്റ് ടു മ്യൂസിക്, പെയിൻറ്റിങ് ടു ലിറ്ററേച്ചർ, ഫിലിം ടു വീഡിയോ ഗെയിം, ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മളിതിൽ പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ആലീസ് അഡ്വഞ്ചർ ഇൻ വണ്ടർലാൻഡ് ഒക്കെ പറയാൻ പറ്റും. ഇനി എന്താ ഒരു നോവൽ, എന്താ ഒരു ഫിലിം എന്ന് നോക്കാം. നോവൽ എന്ന് പറഞ്ഞാൽ വെർബൽ സ്റ്റോറി ടെല്ലിങ്ങിൽ വരുന്നതിനെയാണ് നമ്മൾ നോവൽ. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്, ഡയറക്റ്റായിട്ട് പറയുന്നതിനാണ് നോവൽ. നെക്സ്റ്റ് ഫിലിം. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, ഓഡിറ്ററി ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഫിലിം. ക്യാമറ ആംഗിൾസിലൂടെ, എഡിറ്റിങ്ങിലൂടെയൊക്കെ വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫിലിംസ്. നെക്സ്റ്റ് ഈസ് ഫിഡലിറ്റി ക്രിറ്റിസിസം. Fidelity criticism evaluates how faithfully an adaptation represents its source material. ഒരു ബുക്കിനെ അല്ലെങ്കിൽ ഒരു മൂവി ആക്കുമ്പോൾ അത് എത്രത്തോളം ഓണസ്റ്റാണ്, റോയലാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഫെയ്ത്ത്ഫുള്ളി ആണ് ആ ഒരു സോഴ്സ് ടെക്സ്റ്റിനോട് കാണിക്കുന്നത്, അങ്ങനെ എങ്ങനെയാണ് ആ ഒരു അഡാപ്റ്റേഷൻ ആക്കുന്നത്, അതിനെയാണ് നമ്മൾ ഫിഡലിറ്റി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. And it helps to assess whether an adaptation captures the sense of its original work. ഒറിജിനൽ വർക്കിനോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു, ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫിഡലിറ്റി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ദ ലോർഡ് ഓഫ് ദി കിങ്സ്, ദ ഷൈനിങ് ഒക്കെ ഫിഡലിറ്റി ക്രിറ്റിസിസത്തിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി. It refers to the relationship between different texts and how they influence, reference or echo each other. ഒരു ടെക്സ്റ്റ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് അത് എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ജൂലിയ ക്രിസ്റ്റീവയാണ്. ഇനി ഇന്റർടെക്സ്റ്റുവാലിറ്റിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ലയൺ കിങ്. ഇത്രയാണ് മൊഡ്യൂൾ 4-ലെ ബേസിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.
ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. ഇതിൻ്റെ ബാക്കി 3 അഡാപ്റ്റേഷൻ മൂവീസിൻ്റെ സമ്മറി ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ ഹിയറിംഗ്.